ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്മീൻ വെച്ചിന്ന് ഒരു നല്ല റോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടി കാശ്മീരി മുളക് പൊടി, ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അതുപോലെ ചെമ്മീനൊക്കെ വാങ്ങിയാൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായി പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഞാൻ 2 സവാള, പിന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ സവാളയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് വേഗം തന്നെ വഴറ്റി എടുക്കാൻ സാധിക്കും. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം, ഒന്ന് വഴന്ന് വരുന്നത് വരെ അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വഴറ്റി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കണം. പിന്നെ ഞാനൊരു തക്കാളി കൂടി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് ഇത് വേവാൻ അനുവദിക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഏകദേശം നല്ല ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായി മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇനി ഒന്നുകൂടി നന്നായി വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.